സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശമുയർത്തിക്കൊണ്ട് ഫോർട്ട് കൊച്ചി വെള്ളി മന്ദിരം പള്ളിയിലെ അഗതി മന്ദിരത്തിലെ അന്തേവാസികൾക്കൊപ്പം ക്രിസ്തുമസ് ആഘോഷമാക്കി പ്രണവം ബാലജന സഖ്യം ശാഖാംഗങ്ങൾ. ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഉദ്ഘാടനം മുൻ ബാലജന സഖ്യാംഗവും 11ാം ഡിവിഷൻ കൗൺസിലറുമായ ഷീബ ഡ്യൂറോം നിർവഹിച്ചു. പ്രത്യാശയുടെ സന്ദേശമുയർത്തി നാടും നഗരവും ക്രിസ്തുമസ് ആഘോഷിക്കുകയാണ്. ഫോർട്ട് കൊച്ചി വെള്ളി മന്ദിരം പള്ളിയിലെ അഗതി മന്ദിരത്തിലെ അന്തേവാസികൾക്കൊപ്പമാണ് പ്രണവം ബാലജന സഖ്യം ശാഖാംഗങ്ങൾ ഇത്തവണത്തെ ക്രിസ്തുമസ് ആഘോഷമാക്കിയത്. വൈസ് പ്രസിഡന്റ് സൂസൻ പീറ്ററിന്റെ അധ്യക്ഷതയിൽ മുൻ ബാലജന സഖ്യാംഗവും 11ാം ഡിവിഷൻ കൗൺസിലറുമായ ഷീബ ഡ്യൂറോം ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്നീ കുട്ടികൾ അവരുടെ പങ്കുവെക്കലിലൂടെ നിങ്ങൾക്കോടൊപ്പം ആയിരുന്നുകൊണ്ട് സന്തോഷത്തിലായിരിക്കാൻ നിങ്ങളോടൊപ്പം കുറച്ചു നേരം ആ കൂട്ടത്തിൽ എന്നെ കൂടി ക്ഷണിച്ചപ്പോൾ ഞാൻ വളരെയേറെ നിങ്ങളെല്ലാവരെയും കണ്ടപ്പോൾ സന്തോഷിച്ചിട്ടൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. കുട്ടികൾ ശരിക്കും അവരൊരു മാതൃക, ഉണ്ണീശോന്റെ ജനനത്തോടനുബന്ധിച്ച് നല്ലൊരു മാതൃകയാണ് ഇവിടെ ഇന്ന് ചെയ്തിരിക്കുന്നത്. സിസ്റ്റർ അഗസ്റ്റ ക്രിസ്തുമസ് സന്ദേശവും ബാലജന സഖ്യം കൊച്ചി യൂണിയൻ ബാലികാ വിഭാഗം കൺവീനർ ഫിയോണ അൽഫോൺസ് അറോണി ക്രിസ്തുമസ് ഗാനവും ആലപിച്ചു. ഒത്തിരിയേറെ വലിയ കഴിവുകാരാണെന്ന് ഇങ്ങനെ സ്വാഭാവികമായിട്ടുള്ളതിനേക്കാൾ ഉപരി ഇതിൽ നിന്ന് കണ്ടെടുത്ത് വരുന്ന വലിയ നിധിയാണ് നമുക്ക് ഒത്തിരിയേറെ സന്തോഷവും അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ ഇങ്ങനെ മൂടിക്കിടക്കുന്ന കഴിവുകളെയൊക്കെ ഇങ്ങനെയുള്ള സംഘടനകൾ വഴി ഉയർത്തിക്കൊണ്ട് വരുമ്പോഴാണ് നമുക്ക് അത്ഭുതപ്പെടുന്നത്. അഗതി മന്ദിരത്തിലെ അന്തേവാസികൾ ചേർന്ന് കേക്ക് മുറിച്ചത് ആഘോഷങ്ങൾക്ക് കൂടുതൽ മിഴിവേകി. ചടങ്ങിൽ പ്രണവം ശാഖാ സഹകാരി മെൽവിൻ ജോസഫ് സ്വാഗതവും ശാഖാ പ്രസിഡന്റ് മുഹമ്മദ് നിഹാലുദ്ദീൻ നന്ദിയും പറഞ്ഞു. നമ്മൾ നിങ്ങളോടുകൂടി ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ബാലജന സഖ്യത്തിലെ കുട്ടികൾക്ക് അതൊരു പ്രചോദനമാണ്. കാര്യം നമ്മുടെ വീടുകളിലെ വീട്ടുകാരുമൊത്ത് ആർത്ത് ഉല്ലസിച്ച് ക്രിസ്മസിൻ്റെ വിഭവങ്ങളെല്ലാം കഴിച്ച് സൂക്ഷിച്ച് ജീവിക്കുമ്പോൾ ഇതുപോലെ ആരുമില്ലാത്ത ഇതുപോലെ ഒരു സ്ഥലം ഇവിടെ ഉണ്ടെന്നും അമ്മച്ചിമാരും അപ്പച്ചന്മാരുമെല്ലാം അവരെ പോലെ തന്നെ ഞങ്ങളെയും കാത്തിരിക്കുന്ന ഒരു സമൂഹം വക്താക്കൾ എവിടെ ഉണ്ടെന്നുള്ളൊരു ബോധ്യം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് ബാലജന സഖ്യം പോലുള്ള സംഘടനകൾ ഇവിടെ ഇതുപോലുള്ള ഒരു പരിപാടി ചെയ്യുന്നത്. തുടർന്ന് ബാലജന സഖ്യാംഗങ്ങളും അന്തേവാസികളും ചേർന്ന് വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. രണ്ടാമട്ടം പുഞ്ചിരി പുന്നാരം ഒരു കുങ്കുമക്കുലാരം കുണുങ്ങി നാട്ടേ കണ്ണാടി പുഞ്ചി നൂരം കവർന്നിടത്തോട്ടേ ഞാനോ കാണാക്കിനാക്കൾ ഉറങ്ങൂ നീ അമ്പോറ്റിയെ എൻ്റെ കണ്ടെന്നുറങ്ങുമ്പോ അൽക്കണ്ട കുന്നുമ്മേ കാണാകണം. ന്യൂസ് ബ്യൂറോ കൊച്ചി. നല്ല നാടൻ ഐറ്റംസ് മുതൽ അറബിക്ക്, ചൈനീസ്, മലായി, സ്പാനിഷ് അങ്ങനെ നമ്മുടെ കൊച്ചിക്കായലിന്റെ തീരത്തിന് ഇത്രയും വെറൈറ്റി ഡിഷസ് കഴിക്കാൻ പറ്റിയ സ്ഥലം സോൾട്ട് അല്ലാതെ വേറെ ഇല്ല. ഈ ക്രിസ്മസ് ന്യൂ ഇയർ സോൾട്ടിനോടൊപ്പം ആഘോഷിക്കൂ. സോൾട്ട് റെസ്റ്റോറന്റ്, തോപ്പുംപുടിയൻ, പനമ്പള്ളി നഗർ.